സംസ്ഥാനത്തെ നിയമസഭാ പ്രചാരണത്തെ സജീവമാക്കാൻ ദേശീയ നേതാക്കളുടെ വൻ പടയെത്തുന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നാളെ കോഴിക്കോടെത്തും. കടപ്പുറത്ത് നടക്കുന്ന മഹാറാലിയെ രാഹുൽ അഭിസംബോധന ചെയ്യും. പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കളും വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തേക്ക് എത്തും. ഞായറാഴ്ചയാണ് NDA പ്രചാരണത്തിനായി പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുക. തൃശൂരിലും പാലക്കാടും മോദി പ്രചാരണത്തിൽ പങ്കെടുക്കും. MG പ്രതീഷ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. പ്രതീഷ്, താരപ്രചാരകരുടെ വലിയൊരു നിര തന്നെ കേരളത്തിലേക്ക് തെരഞ്ഞെടുപ്പ് രംഗത്തെ കൊഴുപ്പിക്കാനായി എത്തുകയാണ്. അതിൽ തന്നെ പ്രധാനം നാളെ രാഹുൽ ഗാന്ധി എത്താൻ പോകുന്നു. കോൺഗ്രസ് ക്യാമ്പിന് UDF ക്യാമ്പിന് വലിയ ആവേശം പകരാൻ പോകുന്നു. ഞായറാഴ്ചയാണ് മോദി എത്തുന്നത്. തൃശ്ശൂരിലും പാലക്കാട്ടും പരിപാടിയുണ്ട്. കേന്ദ്രമന്ത്രിമാരെത്താൻ പോകുന്നു. BJPയുടെ തന്നെ പ്രധാനപ്പെട്ട താരപ്രചാരകരൊക്കെ കേരളത്തിലേക്ക് എത്താൻ പോകുന്ന നില. പ്രതീഷ്, അർജിത്ത്, തീർച്ചയായും നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായതോടെ മൂന്ന് മുന്നണികളുടെയും തിരഞ്ഞെടുപ്പ് ക്യാമ്പുകളിൽ വലിയ ആവേശമാണ്. ഇനി താരപ്രചാരകരെ ഉൾപ്പെടെ കൊണ്ടുവന്നുള്ള പ്രചരണത്തിലാണ് മുന്നണികളുള്ളത്. അതിൽ പ്രധാനമായും മൂന്ന് മുന്നണികളും വലിയ പ്രചരണമാണ് ഓരോ മണ്ഡലങ്ങളിലും കാഴ്ചവെക്കുന്നത്. ഈ LDF മുഖ്യമന്ത്രിയെ മുന്നിൽ നിർത്തിയുള്ള പ്രചരണമാണ് നയിക്കുന്നത്. ഇന്നലെ പത്തനംതിട്ടയിൽ മുഖ്യമന്ത്രിയുടെ പര്യടന പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. 48 കേന്ദ്രങ്ങളിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നത്. ഒപ്പം നാളെ രാഹുൽ ഗാന്ധി കോഴിക്കോട് എത്തുന്നുണ്ട്. അവിടെ വലിയ ഒരു ആൾക്കൂട്ടം ഉൾപ്പെടെ ഉണ്ടായിരിക്കും. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും AICC അംഗങ്ങളും ഒക്കെ തന്നെ സജീവമാക്കിക്കൊണ്ടായിരിക്കും UDF ക്യാമ്പിന്റെ പ്രചരണം കൂടുതൽ കൊഴുപ്പിക്കുക. കഴിഞ്ഞ ഈ ദിവസങ്ങളിൽ ഈ VD സതീശന്റെ പ്രചരണത്തിന്റെ ഭാഗമായി, ഒപ്പം യാത്രയുടെ ഭാഗമായി രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കൂടി രാഹുൽ ഗാന്ധി കോഴിക്കോട് എത്തുന്നത്. അത് UDF ക്യാമ്പിന് ഉൾപ്പെടെ വലിയ ആത്മവിശ്വാസവും ആവേശവും നൽകും. മാത്രമല്ല NDAയും അതിനൊപ്പം LDFനും UDFനും ഒപ്പം തന്നെ പ്രചരണം കൊഴുപ്പിക്കുകയാണ്. പ്രധാനമന്ത്രിയെ മുന്നിൽ നിർത്തിയുള്ള പ്രചരണമാണ് പ്രധാനമായും NDA ലക്ഷ്യമിടുന്നത്. ഈ ഞായറാഴ്ച തൃശ്ശൂരിലെത്തുന്ന മോദി അവിടെ റോഡ് ഷോ നടത്തുന്നുണ്ട്. പാലക്കാട് മഹാറാലിയുണ്ട്. അത്തരത്തിൽ വലിയ പ്രചാരണമാണ് മൂന്ന് മുന്നണികളും നടത്തുന്നത്. പ്രധാനമന്ത്രിക്ക് പുറമെ അമിത്ഷായും വരും ദിവസങ്ങളിൽ കേരളത്തിലെത്തും. വിവിധ സംസ്ഥാനത്ത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും പ്രചരണത്തിന് എത്തുന്നുണ്ട്. അങ്ങനെ വലിയ തരത്തിൽ വലിയ പ്രചരണം അംഗം മുറുക്കിക്കൊണ്ട് തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് മുന്നണികളും നടത്തുകയാണ്. ഒപ്പം ഈ നേതാക്കളൊക്കെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് വിമർശനങ്ങളൊപ്പം പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയുന്നു. മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ മറുപടി പറഞ്ഞുകൊണ്ടുള്ള കൃത്യമായുള്ളൊരു പോരാട്ടം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നുണ്ട്. താരപ്രചാരകർ ഉൾപ്പെടെ രംഗത്ത് എത്തുന്നതോട് കൂടി തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള ഒരു ആവേശവും പോരാട്ടവും കടുക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. രജിത്ത്, ശരി, അംഗം മുറുകുമ്പോൾ എല്ലാ ആയുധങ്ങളും പുറത്തെടുത്ത് കളത്തിലേക്ക് സജീവമാവുകയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ. MG പ്രതീഷ് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. LDFന്റെ പ്രചാരണം നയിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിക്ക് ഇന്ന് ഇടുക്കിയിലാണ് പരിപാടികളുള്ളത്.